അങ്ങനെ ഞാനിതാ പോവാണ് ദുബായ് എയർപോർട്ടിലേക്ക്. ട്രാഫിക് ഉണ്ടാവുമെന്നൊക്കെ പേടിച്ചിട്ട് ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. ദേ അങ്ങനെ എയർപോർട്ട് എത്തി. അവിടെ പോസ്റ്റായി ഒരു 15 മിനിറ്റ്സ്. പിന്നെ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് മെട്രോ കയറി വേണം ഗേറ്റിൻ്റെ അടുത്തെത്താൻ. എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മെട്രോ ആണ് കേട്ടോ. മേ ബി ഇതൊക്കെ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. ബട്ട് ഞാനൊരു സത്യം പറയാം. ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ദുബായ് എയർപോർട്ട് വഴി ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ശരിക്കും ഇതൊരു വല്ലാത്ത നഷ്ടമായി പോയെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. ഇത്രയും കൂൾ ആൻഡ് ബിഗ് ആയിട്ടുള്ള ഒരു എയർപോർട്ട് വേറെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. മേ ബി കാണുമായിരിക്കും. ഇവിടുത്തെ മെട്രിക് സ്റ്റൈൽ ലിഫ്റ്റും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ട് കണ്ണും തള്ളി വായും വളർന്ന് ഞാൻ അവിടെ മുഴുവനും കറങ്ങി നടന്ന് കണ്ടു കേട്ടോ. സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ ദേ ഫ്ലൈറ്റിൽ കയറി ഇരുന്നപ്പോൾ ഭയങ്കര ഉന്മേഷമൊക്കെ ആയിരുന്നു കേട്ടോ. ഡേ ടൈം അല്ലേ, കുറേ വ്യൂസ് ഒക്കെ കാണാമെന്ന് കരുതി വിൻഡോ സീറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ കുറേ നേരം വീഡിയോസൊക്കെ എടുത്ത് താഴത്തെ വ്യൂസൊക്കെ കണ്ട് സൂം ചെയ്ത് നോക്കി ഫുള്ള് വൈബിൽ കുറേ നേരം ഇരുന്നു. എങ്കിലും ആസ് യൂഷ്വൽ ലൈക്ക് ഓൾ ദ ടൈം കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിച്ചു തുടങ്ങി. പിന്നെ നേരെ അർജിത് സിംഗിൻ്റെ കുറേ സോങ്ങും കേട്ട്, എന്തല്ലേ ആളുടെ വോയിസ് സൂപ്പർ. പിന്നെ AR റഹ്മാൻ്റെ കുറച്ച് സോങ്സ് എല്ലാം കേട്ട്, സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റിൽ ഇങ്ങനത്തെ ഫെസിലിറ്റി ഉള്ളത് ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. അതും കഴിഞ്ഞ് ഏതോ ഒരു കന്നഡ മൂവി കുറച്ച് ടൈം നോക്കിയപ്പോൾ തന്നെ ഉറക്കം വന്നു. ഉണർന്നപ്പോഴേക്കും ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഈ കുറച്ച് സെലക്റ്റഡ് സോങ്സ് മാത്രമാണ് അവരിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇറ്റ്സ് കൂൾ. In Mumbai, where the local time is 8:20 in the evening, and our time temperature is 29. അപ്പോൾ ഇതേ മുംബൈ എയർപോർട്ട് എത്തി. ഇനി 5 ഡേയ്സ് ഇവിടെ ഫുള്ള് കറക്കം. ശരിക്കും പറഞ്ഞാൽ ഏതോ കൂട്ടിൽ നിന്നും പുറത്തേക്ക് ചാടിയൊരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.